ഇപ്പൊ പെയ്യണ്ട, അല്ലേലും അങ്ങനെയാണല്ലോ നമ്മുടെ സമയം മോശത്തിന്. ഇനി ചെന്ന് കേറിയും കൊടുത്ത് ചേച്ചി ഇവിടെ കാലം തെറ്റിയേ തന്നെ വീണ്. കൊട കൊട കൊടേ സാറ് പിന്നെ എന്തിനാ ഇവിടുത്തെ ഇറങ്ങി പോയത്? കൊട കൊട ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് കൊടുത്ത ഒരു 3-4 ദിവസം കഴിയുമ്പത്തേച്ച്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആവശ്യമുള്ളതാന്ന്. എനിക്ക് കുഴിപ്പുറത്ത് പോണോടാ. ചേച്ചി കുഴപ്പമില്ല, തിന്ന് തന്നെ പോണം നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുട എടുത്തോണ്ട് പോകും. ഞാൻ ഒരു 3 ദിവസം കഴിയുമ്പോ ചേച്ചി കുട തിരിച്ചേരി പോരെ. 3 ദിവസോ? 3, 4, 5. അല്ല അതോടൊക്കെ സാറിന്റെ മറൈൻ ഡ്രൈവ് കറക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. മറൈൻ ഡ്രൈവ് കറക്കൂ? പിന്നല്ലാണ്ട് എന്തായാലും മറൈൻ ഡ്രൈവ് കറക്കാം. മറൈൻ ഡ്രൈവ് പോയി കുട തപ്പി കുട എടുത്ത് ഫ്രണ്ടിന് കൊടുത്ത് വന്ന് അത് ഞാൻ ചോദിക്കായിരിക്കുമായിരുന്നു. പോവാൻ നേരത്തെ സാർ ഈ ഡ്രസ് ഇട്ടിട്ടാണല്ലോ പോയത്. ഇതിപ്പോ എന്തോ പെട്ടെന്നൊരു രൂപമാറ്റം. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഡ്രസ്സ് മാറണ്ടോ? ഏത് സാഹചര്യ കേശു? കൊടുങ്കാറ്റടിച്ചടി. കൊടുങ്കാറ്റടിച്ച് ഭയങ്കര മഴ എല്ലാം കൂടെ അപ്പൊ അങ്ങനെ ഡ്രസ്സ് നനഞ്ഞുപോയി. അതുകൊണ്ട് ഞാൻ കടയിൽ കയറിയിട്ട് പുതിയ ഡ്രസ്സ് അങ്ങ് എടുത്ത്. ആരാണ് സെലക്ട് ചെയ്തത്? അത് കണ്ടായിരുന്നു ഇവിടെ അവനാ സെലക്ട് ചെയ്തേന്ന്. ഒരു ബാക്കിങ്ങുള്ളത് ഒരു വൃത്തികെട്ട ഡ്രസ്സ്. രണ്ട് വഴിക്ക് എന്തായാലും മേടിച്ചു. എന്നാ പിന്നെ നേരെ ഒരു മര്യാദക്കുള്ള ഡ്രസ്സ് മേടിച്ചുകൂടി. പിന്നെ മഴ നനഞ്ഞ് കുളിച്ചതിനകത്ത് കയറി ഇരിക്കുമ്പോഴാണ് ഇനി ഞാൻ നോക്കി മേടിക്കണത്. മേടിച്ചിട്ട് വന്ന് ഇപ്പൊ പ്രശ്നമാണ്. അതൊക്കെ ഒരു പ്രശ്നമേ അല്ല, പക്ഷെ പ്രശ്നം വേറെ ഉണ്ടല്ലോ. എന്ത് വേറെ ഉണ്ടല്ലോ? എടാ കള്ള കിളവൻ കേശു, സത്യം പറ, രണ്ടാമതും നീ മെറിന്റെ കൂടെ അല്ലേ മറൈൻ ഡ്രൈവ് പോയത്? ഇതിപ്പം വല്ലാത്ത കഷ്ടമായില്ല. എന്തരാണിത്? ഞാൻ ഈ വീടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ മെറിലൂടെ മാത്രമേ പോകത്തുള്ളൂ. എനിക്കിന്ന് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? ഇല്ല മൊത്തം പൊമ്പിള്ളാരാ. അല്ല നീ എന്തിനാ ചൂടാവുന്നത്? പിന്നെ ഞാൻ ചൂടാവില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ പിന്നെ ഞാൻ ചൂടാവില്ല. നിങ്ങൾ പോയെ. എനിക്ക് എന്റെ അമ്മൂമ്മയുടെ കൂടെ എവിടെ? അമ്മൂമ്മയുടെ കൊട മഴയും കാറ്റും ഒക്കെ അല്ലേ, കാറ്റടിച്ച് പറന്നു പോയത്. കളഞ്ഞല്ലേ? എന്തായിരുന്നു വിളിക്കണേ? എന്താ? അമ്മൂമ്മയുടെ കൊടയില്ലേ കൊച്ചുമോൻ കൊണ്ടേ കളഞ്ഞ്. എടാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്റെ കൊട കൊണ്ട് കളയല്ലേന്ന്. അയ്യോ അമ്മൂമ്മ കളഞ്ഞതല്ല, കൊടുങ്കാച്ചി പറന്നു പോയതല്ലേ കേശു? അമ്മൂമ്മ ഭയങ്കര കാറ്റായിരുന്നു. അപ്പൊ അത് തളർന്നങ്ങ് പോയി. നീ എന്തോ ഇങ്ങനെ കിടന്ന് ചുമക്കുന്നേ? ചുമക്കൂലേ? ചുമച്ചാ പ്രശ്നം, ചുമച്ചില്ലേ പ്രശ്നം, കൊട പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം. എനിക്ക് വയ്യ. എന്തായാലും എനിക്ക് സന്തോഷായി. എന്ത്? എന്റെ കൊട മാത്രല്ലല്ലോ പോയത്, അമ്മൂമ്മയുടെയും പോയില്ലേ? യേശു മര്യാദക്ക് എന്റെ കൊട കൊണ്ട് തന്നോണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുവേ. കൊടയല്ലേ, ഞാൻ അത് മേടിച്ചാലും തരാം. പ്രശ്നം കഴിഞ്ഞില്ലേ? 3 ദിവസം 3 ദിവസം അതിന്റെ ഉള്ളിൽ നീ എന്റെ കൊട കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ നിന്റെ ആപ്പീസ് ഞാൻ പൂട്ടും. കൊട ഞാൻ തറയെന്ന് കുഴിച്ചെടുത്താലും കൊണ്ടു തരും പോരെ. എന്തോ ഞൊണ്ടി ഞൊണ്ടി പോന്നേ? എവിടെയോ തെന്നിയടിച്ച് വീണിട്ടുണ്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.